ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ ട്രാവൽ മീറ്റിംഗ്. ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലുള്ള വേറൊരു മാർക്കറ്റിൽ. എൻ്റെ ചാനലിൽ ഞാൻ ഇതിൻ്റെ മുമ്പ് സരോജിനി മാർക്കറ്റിൻ്റെ വീഡിയോസ് കാണിച്ചിരുന്നു. ഇപ്പം ഞാനും രണ്ടാൾ മാർക്കറ്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കരോൾ ബാഗുള്ളൊരു മാർക്കറ്റാണിത്. ഇത് ഏകദേശം സരോജിനി മാർക്കറ്റുമായി തന്നെ അത്യാവശ്യം നല്ല റേറ്റ് കുറവിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. ഏകദേശം മാർക്കറ്റ് ക്ലോസ് ആവാനായി. 9 മണി വരെ ടൈം, 8:30 ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ തിരക്കിൽ ഓരോരുത്തർ സാധനമൊക്കെ തിരിച്ചെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരോട് വേണ്ട പറഞ്ഞാൽ മതി. 600 രൂപ ഡ്രസ്സ്, 600 രൂപേൻ്റെ ഡ്രസ്സ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല വൃത്തിയുള്ള സാധനങ്ങളും റേറ്റ് കുറഞ്ഞ തന്നെ അവിടെ കിട്ടും കേട്ടോ. ചെരുപ്പൊക്കെ തൂക്കി കൊടുക്കുന്നുണ്ട്. എന്താണ്ടോ 300 രൂപയ്ക്ക് പനിയും വേണമെങ്കിൽ അതെനിക്കൊരു വലിയൊരു സൈസ് റൂമിലിടാൻ വേണോടാ. നിനക്ക് തൊപ്പി വേണോടാ? തൂക്കിയിട്ടിരിക്കാ തൊപ്പി. ഞങ്ങൾ പോയി വിട്. ഓരെക്കൊണ്ട് ചവിട്ടി സാധനങ്ങളൊക്കെ അല്ലേ. ഉമ്മാനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരണം കേട്ടോ. എല്ലാത്തിനും വില കുറവാണ്, നല്ല കുറവുണ്ട്. ഓരോ കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു മൂലക്കം തുടങ്ങിയാൽ അടുത്ത മൂലക്കലാകുമ്പോഴത്തേക്ക് അല്ല പൈസ വലുതാവുന്നില്ല, എല്ലാ സാധനവും അവിടെ കിട്ടും. എന്താ പറയുക, അങ്ങ് ലോങ് വരെ ഉണ്ടല്ലേ. ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് ഇങ്ങനെ ഇറങ്ങിയതാണ് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് മാർക്കറ്റിൽ കയറുന്നത്. എനിക്കൊരു പനിയും വാങ്ങണം, റൂമിലിടാൻ പനിയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അടിപൊളിയാട്ടോ ഇവിടെ മൊത്തം. നിങ്ങളാ കിടക്കുന്ന പാനിപ്പൂരി. നോമ്പ് തുറന്നതിനെ കൊണ്ട് ഫുഡ് കഴിക്കാനുള്ളൊരു സാധനമല്ല. നോമ്പ് തുറക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ തിന്നാൻ തോന്നിയായിരുന്നു. നോക്ക് ഉമ്മാരുടെ ചെരുപ്പളല്ലേ. കച്ചറ ഉണ്ടാക്കാണ്ട് വാങ്ങിപ്പോ ചേച്ചി. അതിന് ലേറ്റ് എത്തുന്നുണ്ടല്ലേ. എടാ വാങ്ങിക്കൊടുക്ക്, പെണ്ണുങ്ങൾ വാങ്ങിക്കൊടുക്ക്. 200 രൂപയല്ലേ ഉള്ളൂ. 200 രൂപയ്ക്കാണ് ഇപ്പോൾ ഈ കാണുന്ന ഫുള്ള് സാധനം കേട്ടോ. ചെരുപ്പൊക്കെ എടാ എല്ലാം ഉണ്ടോ, എല്ലാ ദിവസവും ഉണ്ടോ. ചെരുപ്പ് എടുത്തിട്ട് എടാ ഇവിടുന്ന് വാങ്ങിക്കൊടുത്ത് നോക്കി. ഓളറിയില്ല, മിണ്ടാണ്ട് എന്താ മതി. ഞാനക്ക് ഷൂ ആണോ? ഷൂ ഇതാ അവിടെ ഉണ്ട്. റമീസിന് ഷൂ ആണെന്ന് പറഞ്ഞു. ഓന് വാങ്ങിക്കൊടുക്കണം. ഈ സാധനങ്ങളൊക്കെ ഇവർ, അതായത് ഇതെന്താണെന്നുള്ളത് കറക്റ്റ് അറിയില്ല. ഈ മറ്റേ മസാലപ്പൂരി പാനിപ്പൂരി ഒക്കെ അല്ലേ, ഇതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്കിത് തൊള്ളിൽ വെക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് തൊള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുമാതിരി ചോയും ടേസ്റ്റാണ്. അതാ കിട്ടില്ലെന്നൊരു ഷോപ്പാണല്ലോ. അതിൻ്റെ ഇൻറ്റീരിയലൊക്കെ കൊള്ളാലോ. പുതിയ ഷോപ്പാന്ന് തോന്നുന്നു. 350 രൂപ, 500 രൂപേൻ്റെ താഴെ. ഈ ചെരുപ്പിനൊക്കെ 200 രൂപ. അതുപോലെ അപ്പുറത്ത് കാണുന്ന ഷൂ, ചെരുപ്പ്, ഡ്രസ്സ് ഇതൊക്കെ കിടക്കുന്നത്. മാർക്കറ്റ് ഏകദേശം ക്ലോസ് ആവാനായിട്ടുണ്ട്. 9 മണി ആയതിനെ കൊണ്ട്. ഓൺലി 1000 രൂപ ഉള്ളത് തന്നെ അതിനൊക്കെ. എന്തായാലും പെരുന്നാളിന് ഡ്രസ്സ് ഇവിടെ തന്നെ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആർക്കും മനസ്സിലാവില്ലല്ലോ. ഈ മാർക്കറ്റാണെങ്കിൽ എന്താണ് ഇതേമാതിരി വണ്ടികളില്ലേ, ഓരോ ഇടങ്ങാറാണ് മെയിൻ. അതിനെന്താണ് ഒരു നിയന്ത്രണം. കടകളൊക്കെ അടക്കിയാണല്ലോ, ഒന്നിനൊരു നിയന്ത്രണം ഇവിടെ ഇല്ല കേട്ടോ. പുതിയ ബിൽഡിംഗ് വരുന്നുണ്ട് ഇവിടെ. മാരകമായിട്ടുള്ളൊരു പുതിയ ബിൽഡിംഗ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ലൈറ്റും വെളിച്ചൊന്നുമില്ല. പക്ഷേ നല്ല അടിപൊളി ക്ലൈമറ്റ് കിട്ടും. നോമ്പിന് പഠിച്ചാൽ സാധിച്ചാൽ എനിക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധി തോന്നിച്ചേ. ഇവിടെ നോമ്പെടുക്കാൻ സുഖം. അതാ ഷൂവിൻ്റെ ഒരു ലോകം. എൻ്റെ മനെ ഷൂകൾ. भाई सब कितना है भाई? कौन सा शू? अच्छा, और 50 स्टार्टिंग प्राइस. कितना? और 50. 450. നിക്ക് നോക്കട്ടെ. അതൊന്നല്ല, അതിലും സംസാരിച്ചാൽ 450 സ്റ്റാർട്ടിങ് കാണിക്കുന്നത്. പക്ഷെ അതിലും കുറച്ച് കിട്ടും കേട്ടോ. സംസാരിച്ചാൽ ഒരു 150 തരും. കോമഡി എന്താ പറയുക, എനിക്ക് ഇവിടെ ഇത്രയൊരു മാർക്കറ്റല്ലേ. എന്നിട്ട് നോക്കി ഈ കാണുന്ന ഈ റൂമില്ലേ, ഈ റൂം മൂത്ര വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നിട്ട് എന്താണ് മണം എന്നാ. നിങ്ങളൊന്നും ഇങ്ങനെ വൃത്തിയില്ലാണ്ടായി പോയത്. തനോ ഈറ്റ സാധനം ഒന്നും വേണം വാങ്ങിക്കോ. ഞാൻ എൻ്റെ കല്യാണത്തിന് വാങ്ങിയിട്ട് ഐറ്റംസാണ്. അടിപൊളിയാടാ. പറ്റിക്കാണോ നോക്കുക നമ്മളെ. നടക്കൂല, പറ്റിക്കാൻ പറ്റൂല. ഷൂ വേണ്ടിയവരൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാവർക്കും നാട്ടിലേക്ക് വരുമ്പോൾ ഷൂ കൊണ്ടുവരുന്നതാണ്.
ഇവർ ഈ ചാറ്റ് മസാല ഇട്ടിട്ട് ഇത് ഇവിടുത്തെ സോഡയാണ്. ഈ സോഡയിൽ മധുരം ഉണ്ടാവും, അതിൻ്റെ അപ്പുറം നാരങ്ങയും പിഴിഞ്ഞിട്ട് ഒരു ചാറ്റ് മസാല ഇട്ട് തരും. ഞാൻ വേണ്ട നമ്മളെ നാട്ടിലത്തെ നോർമൽ സോഡ എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചാണ്. ആ ഒരു സുഖമുണ്ട്. മറ്റേ തൊള്ളയിൽ വെക്കാൻ പറ്റില്ല ചാറ്റ് മസാല ഇട്ടിട്ടുണ്ടെങ്കിൽ. ഡൽഹിയിൽ വരുന്ന ആ കാര്യത്തിൽ ഇതാ ഇവൻ്റെ മോന്താണ്ടില്ലേ കൂട്ടിച്ചാലമ്പായി നിൽക്കുന്നു. ചാറ്റ് മസാല ഇട്ട് കഴിഞ്ഞിട്ട് തീർന്ന്. എത്ര ഭയ്യ? 200 രൂപയ്ക്ക് ബനിയൻ കിട്ടണം എടുക്കാം. പക്ഷേ സരോജിനി മാർക്കറ്റിൻ്റെ ഒരു ക്രൗഡ് ഇവിടെ ഇല്ല കേട്ടോ ശരിക്കും. ഇനി എല്ലാവരും എടുത്തൊക്കെ ആയിട്ടാണോ അറിയില്ല. ഇവിടെ ഇയാളൊരു സാധനം തന്നുന്നുണ്ട്. ഇത് ഞാൻ കാണിച്ചത്. ഇത് മാഗി നൂഡിൽസുമായിട്ട് എന്തൊരു സംഭവമാണ്. പിന്നെ ഇത് കണ്ടില്ല എങ്ങനെ ആക്കി വെച്ചിട്ട്. പക്ഷെ തൊള്ളയിൽ വെക്കാൻ ഈ സാധനമായിട്ട് ഇയാളൊക്കെ ആസ്വദിച്ച് നിന്നുണ്ടില്ല. എൻ്റെ അടുക്ക് നല്ലൊരു മരല്ലേ, എന്താ എന്ത് ഭംഗിയ മരങ്ങളാണ്. भाई बिग आप छोड़ो 200 है तो दे दो. 600 रुपया आंतरे करना 200 मतलब यही कलर चाहिए है ना. 200 है तो दे दो, नहीं तो छोड़ दो. नहीं आप बोलो नहीं मिले, आप बोलो नहीं बस जाएगा. 10 रुपीज तुम्हारा क्या बोल रहे हैं आप बोलो 200 को नहीं हो जाएगा तो बोलो मैं जाएगा. कहीं मिलेगा सर आपको 300 से पहले कहीं नहीं मिलेगा. 300 नहीं मिलेगा भाई मेरे को. 250 आपको लेके लगा दिया सर. नहीं भैया हाँ यही कलर दे दूंगा. 200 है तो आप दे दो बस. नहीं सर नहीं आता. ഫുള്ള് ജീരകങ്ങളാണോ. എന്താ പറഞ്ഞേ? ഞങ്ങൾ ബാഗ് വാങ്ങിയില്ല. 200 തരില്ലാന്ന് കുറേ വിളിച്ച്. ഞങ്ങൾ അങ്ങോട്ട് പോകാണ്ട് തിരിച്ചു പോകാൻ അഭിനയിച്ചുകൊണ്ട് നടക്കുകയാണ്. വെല്ലേ 250 വരെ പറഞ്ഞു. പക്ഷേ 200 കിട്ടണം നമ്മൾ വാങ്ങാം. ഇതിനിപ്പം പറഞ്ഞോ 200 കിട്ടണം വാങ്ങാം. നിങ്ങൾ ഈ 30 റുപ്യ അല്ലാത്ത പിഷ്കന്മാരാണോ? അതല്ല, ഇവിടെ അത്രയൊക്കെ തന്നെ വില ഉള്ളൂ. കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയല്ലേ. गोली सोडा उसकी बैग है. अरे भाई कितना है भाई? 200 सब एक ही प्राइस है सब. अरे 200 रुपये അറിയില്ല. भाई स्ट्रॉबेरी कितना है बॉक्स? हाँ 100 रुपये का 3 बॉक्स. 100 रुपये का 3 बॉक्स हो. ഷെയറിന് ഇഷ്ടപ്പെട്ട സാധനം ഡ്രാഗൺ ഫ്രൂട്ട്. ഒരു വികാരമില്ലാത്തൊരു സാധനം. യാ മോനെ എനിക്ക് വേണ്ട സാധനം അവിടെ കിടക്കുന്നു. ബാഗ് ഇത് ട്രോളി. കുഞ്ഞുമക്കളെ ക്രോക്സ് പോലത്തെ ചെരുപ്പുള്ളൂ കേട്ടോ. भाई कितना है भाई साहब कितना? 200 200 रुपये. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സാധനം. ഈ സാധനത്തിനൊക്കെ നാട്ടിൽ വില ഉണ്ട്. 400 റുപ്യ വില ഉണ്ട്. എടാ അതാ എനിക്ക് പറ്റിയ ഞാനിട്ടുന്ന ഈറ്റ മോനെ കിടില മറ്റേ ഇതൊക്കെ താ. ഓ കിतना है भाई? ഓ അലക അലക ബെൽറ്റ് വേണ്ട ഭായി. ഇതിനൊക്കെ വേറെ വേറെ റേറ്റ്. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ അല്ലേ. തനോ കിടലൻ ഡ്രസ്സ് കുഞ്ഞുവാകക്ക് പോലെ ഭായി. നോക്കട്ടെ कितना है भाई? हाँ एज 2 साल हो गया उसका. नहीं सब एक ही प्राइस और अलग अलग है. അപ്പോൾ എനിക്ക് പെൺകുട്ടികളില്ലല്ലോ ഇനി. 150 150 റുപ്യ ഉള്ളൂ കേട്ടോ മക്കൾക്ക്. എടാ ഒരു 1500 റുപ്യ ഒരു 10 വാങ്ങി ഇട്ട് കൊടുക്കാം. ഇതെന്താ വേണ്ട പറ. ബ്രേക്കിന് വിലവിക്കാനോ തന്നെ നടപടിയാവില്ല. ഒരു തെരുവില പോവാ വേണ്ട കേട്ടോ. ये चाहिए बस आप 200 को तो दे दो. 200 का अपना नहीं आता सर. होलसेल का रेट भी नहीं आता सर. चलो छोड़ दो. थैंक यू. लास्ट वही है भाई 200 ലാസ്റ്റ്. ഇതും പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഉള്ള എല്ലാ ബേക്കാരും ഇറങ്ങാറൊക്കെ കേട്ടോ. 200 രൂപയ്ക്ക് തരാണ് വാങ്ങില്ല വേണ്ട. ശരിക്കും നമ്മുടെ നാട്ടിൽ ഇതുപോലെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഒരുപാട് അതായത് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും നല്ലതോ പറയുന്നത്. കുറേ കള്ളക്കച്ചവടം മീൻസ് കൊള്ളലാഭം എടുത്ത് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു ശമനം ഉണ്ടാവും. കാരണം ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നല്ല റേറ്റിന് പോകുന്ന സാധനം. അപ്പോൾ അതിനൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ടാവും.
കുറച്ച് ഇതുപോലത്തെ മാർക്കറ്റുകൾ ഇവിടെ തന്നെ ഈ ഡൽഹി തന്നെ ഒരുപാട് സരോജിനി മാർക്കറ്റ്, ഇതിപ്പോൾ പിന്നെ കരോൾ ബാഗുള്ളൊരു മാർക്കറ്റാണ്. അതുപോലെ ഇഷ്ടംപോലെ ഓരോ ഗല്ലിയിൽ ചെറിയ ചെറിയ മാർക്കറ്റുകളുണ്ടാവും. അവിടെ നല്ല റേറ്റ് കുറച്ച് സാധനങ്ങളുണ്ടാവും. ശരിക്കും അത് വേണം നമ്മുടെ നാട്ടിൽ. കണ്ടില്ലേ ബാഗിനൊക്കെ ഇതൊക്കെ ചെറിയ റേറ്റിന് കിട്ടും. ഇവിടെ 100 രൂപ 200 രൂപ ഒക്കെ കിട്ടും. നമ്മുടെ നാട്ടിലൊക്കെ ഈ സാധനത്തിനൊക്കെ എന്ത് വില ഉണ്ടാവും? കുറഞ്ഞതൊരു 800 രൂപ ഉണ്ടാവില്ലേ? 800 മാർക്കറ്റ് ഇടും, ഒരു 700 650 രൂപ വാങ്ങുകയും ചെയ്യും. മാർക്കറ്റ് ഏകദേശം കുറേ ഫോറിനേഴ്സൊക്കെ ഇതാ പോകുന്നത് ഗൈസ്. നമ്മുടെ നാട് കാണാൻ വന്ന കുറേ ഫോറിനേഴ്സ് അവരൊക്കെ അമ്പം വിട്ടു. ഇതാ ഈ അങ്ങ് കാണുന്ന അങ്ങ് വരെയും ഇങ്ങ് കാണുന്ന ഇങ്ങ് വരെയും അങ്ങോട്ട് കാണുന്ന അങ്ങ് വരെയും ഇവിടുത്തെ അന്ന് തെറ്റം വരും. ഇതൊക്കെ മാർക്കറ്റിൽ പെട്ടി കേട്ടോ. ഇവിടെ ശരിക്കും ശനിയാഴ്ച വരണം. ക്രൗഡ് കൊണ്ട് വേറെ ലെവലായിരിക്കും. എൻ്റെ മോൻ എന്തും ഭർത്താനാണോ? ഇതാരാ മരം നട്ടതിൻ്റെ ഇടക്ക് റോട്ടുമേൽ എന്താ ചെയ്യാ? തീരൂല കേട്ടോ, നടക്കുകയാണെങ്കിൽ തീരൂല. പച്ചകൾ പിന്നെ അത്യാവശ്യം നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, ഇതൊക്കെ ലോക്കൽ ക്വാളിറ്റിക്കും വില കുറവാണ്. ഇതിന് ക്വാളിറ്റിയുള്ള സാധനങ്ങളുടെ ഷോപ്പുകളും ഉണ്ട് കേട്ടോ ഇവിടെ. മാർക്കറ്റിന് അങ്ങ് മുതൽ ഇങ്ങ് വരെ ഞങ്ങൾ നടന്ന് ഫുള്ള് സാധനത്തിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ ഡൽഹിയിൽ വരുന്ന ആൾക്കാരൊക്കെ മാക്സിമം മാർക്കറ്റിൽ നമുക്ക് നാട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോവാം. തീരുന്നില്ല, കാണുന്നില്ലേ, അങ്ങ് വരെ ഉണ്ട്. അപ്പോൾ ഞാനിത് ആ മാർക്കറ്റിലൂടെ ഞാൻ നടക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങിയിട്ട് പോകുള്ളൂ. അപ്പം മാക്സിമം അവിടെ വരുന്ന ആൾക്കാരൊക്കെ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാം. ഒന്നും ഒച്ച ഉണ്ടാക്കുക, ഒന്നും അതിൻ്റെ പോയിട്ടെ. അപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, കാരണം ഫുള്ള് സാധനങ്ങൾ വേണ്ട ഇതൊന്നും അതിൻ്റെ പോയിട്ടെ. അപ്പോൾ മാക്സിമം വീഡിയോസൊക്കെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കമൻറ്റൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് തന്നെ അറിയിക്കുക. സോറി പറഞ്ഞ മാറിപ്പോയി. അപ്പോൾ കമൻറ്റൊക്കെ അഭിപ്രായങ്ങളായിട്ട് തന്നെ എന്താണ് ഞാൻ പറയുന്നത്, സോറി ഒന്നുകൂടി പറയാം. അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് തന്നെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.